നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങുന്ന ഡാർക്ക് എന്ന സീരീസിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഇറക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ട പലരും പല സംശയങ്ങളുമായി നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഈ സീരീസ് കണ്ട് എനിക്ക് തോന്നിയ കുറച്ച് ഒബ്സർവേഷനും കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പിന്നെ ഒരു കാര്യം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ഈ സീരീസ് 2 സീസണും മുഴുവൻ കണ്ടവർ മാത്രം ഈ വീഡിയോ കാണുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം സീരീസ് പോയി കാണുകയാണെങ്കിൽ അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം ഈ സീരീസിൽ മൊത്തം ടൈം ട്രാവൽ ആണ്. കുറേ ടൈം മെഷീൻ ഉണ്ട്, കുറേ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, കുറേ ടൈം ലൈനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ ടൈം ട്രാവലിനെ പറ്റി ഉണ്ടാക്കിയെടുക്കാം. ഐൻസ്റ്റീൻ റോസൻബ്രിഡ്ജ് അഥവാ ഒരു വോം ഹോൾ എന്ന് പറയുന്നത് ഒരു സ്പേസ് ടൈമിലുള്ള 2 പോയിന്റ്സിനെ യോജിപ്പിക്കുന്ന ഒരു ടണലാണ്. ഒരു വോം ഹോൾ സൃഷ്ടിച്ച് ആ ടണലിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്കൊരു ടൈം ലൈനിൽ നിന്ന് വേറൊരു ടൈം ലൈനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ബേറ്റാണ് നമ്മളുടെ ഡാർക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളുടെ ഡാർക്കിൽ എങ്ങനെയൊക്കെയാണ് ടൈം ട്രാവൽ ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വോം ഹോൾ തന്നെയാണ്. ഈ വോം ഹോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ചിത്രത്തിൽ കാണുന്ന ടൈം മെഷീൻ ടൈം ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈ ടൈം മെഷീൻ ഉപയോഗിച്ച് ഒരു വോം ഹോൾ ഉണ്ടാക്കുകയും ആ വോം ഹോളിലൂടെ കടന്നു പോവുകയുമാണ് ചെയ്യുന്നത്. നമ്മുടെ സീരീസിലെ മിക്ക കഥാപാത്രങ്ങളും, എക്സാമ്പിൾ ക്ലൗഡിയ, ജോനാസ്, നോഹ, ഇവരെല്ലാം ഈ ഒരു ടൈം മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ടൈം ട്രാവൽ ചെയ്യുന്നത്. പിന്നെ വേറൊരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ഹോളിലൂടെ കടന്നു ചെല്ലുകയാണ്. ഈ ഒരു ബ്ലാക്ക് ഹോൾ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഗുഹയ്ക്കുള്ളിലാണ്. അങ്ങനെയാണ് ഈ ഗുഹയിൽ കയറുന്ന ആളുകൾ 3 ടൈം ലൈനിലേക്ക് യാത്ര ചെയ്യുന്നത്. എക്സാക്ട്ലി 1953, 1986, 2019. ടൈം ട്രാവലിനെ പറ്റി ബേസിക്കലി 2 തിയറീസ് ആണുള്ളത്. ഒന്ന് ഫിക്സഡ് ടൈം ലൈൻ ആണ്. ഫിക്സഡ് ടൈം ലൈൻ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോയി, എന്നിട്ട് നമ്മുടെ പാസ്റ്റ് മാറ്റിമറിച്ചു എങ്കിലും നമ്മൾ ഇപ്പോൾ അനുഭവിച്ച ഫ്യൂച്ചർ തന്നെയായിരിക്കും നമ്മൾ അനുഭവിക്കുക എന്നതാണ്. രണ്ടാമത്തെ ഒരു തിയറി ഡൈനാമിക് ടൈം ലൈൻ ആണ്. ഡൈനാമിക് ടൈം ലൈൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാസ്റ്റിലേക്ക് പോയി നമ്മുടെ പാസ്റ്റ് മാറ്റിമറിക്കുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമ്മൾ തിരിച്ച് ഫ്യൂച്ചറിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നതാണ്. ഇതിനൊരു എക്സാമ്പിൾ ആണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നമ്മളുടെ പാസ്റ്റിലേക്ക് പോയി നമ്മളുടെ ഗ്രാൻഡ് ഫാദറിനെ കൊന്നു എന്ന് വിചാരിക്കുക. നമ്മൾ തിരിച്ച് ഫ്യൂച്ചറിലേക്ക് വരാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗ്രാൻഡ് ഫാദർ മരിച്ചാൽ നമ്മളുടെ ഫാദർ ഉണ്ടാകുന്ന പോസിബിലിറ്റി ഇല്ലാതാവുന്നു, അതോടെ നമ്മളും ഉണ്ടാവുന്ന പോസിബിലിറ്റി ഇല്ലാതാകുന്നു. അങ്ങനെ ഇല്ലാതിരുന്നാൽ പാസ്റ്റിലേക്ക് പോയി ഗ്രാൻഡ് ഫാദറിനെ കൊല്ലാൻ ആരുമില്ല. അങ്ങനെ ഗ്രാൻഡ് ഫാദർ വീണ്ടും ഉണ്ടാകുന്നു, നമ്മളുടെ ഫാദറും നമ്മളും എക്സിസ്റ്റ് ചെയ്യുന്നു. ഇതൊരു ലൂപ്പിലേക്കാണ് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. ഇങ്ങനെ ഒരു വിരോധാഭാസത്തിനെയാണ് നമ്മൾ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് പറയുന്നത്. ഡാർക്കിൽ ഒരു 5 ടൈം ലൈൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ 5 ടൈം ലൈനിലേക്ക് പലരും സഞ്ചരിക്കുന്നതായി കാണാം. 1921, 1953, 1986, 2019, 2052. ഇതിൽ ഈ സ്ക്വയറിൽ കാണിച്ചിരിക്കുന്ന 3 ടൈം ലൈൻസിലേക്കാണ് നമ്മുടെ ഗുഹയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഡാർക്ക് കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന വേറൊരു സംശയമാണ് ഇതിലെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ബന്ധം. അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഇവരുടെ ഫാമിലി ട്രീ ഒന്ന് നമുക്ക് നോക്കാം. ഇതിൽ മെയിൻലി 4 ഫാമിലീസ് ആണുള്ളത്. ടൈഡമാൻ ഫാമിലി, കാൻവാൾഡ് ഫാമിലി, നീൽസൺ ഫാമിലി, ഡോപ്ലർ ഫാമിലി. ഇതിൽ ടൈഡമാൻ ഫാമിലിയുടെ തലവൻ ഈഗോൺ ടൈഡമാൻ ആണ്. ഈഗോൺ ടൈഡമാൻ നമ്മുടെ പോലീസ് ഓഫീസറാണ്. ഇയാളുടെ ഭാര്യ ഡോറിസ് ടൈഡമാൻ. ഇവർക്കുണ്ടാകുന്ന മകളാണ് ക്ലൗഡിയ ടൈഡമാൻ. ക്ലൗഡിയയുടെ മകളാണ് റെജീന ടൈഡമാൻ. ക്ലൗഡിയയുടെ ഭർത്താവ് ആരാണെന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷേ ക്ലൗഡിയയ്ക്ക് നമ്മുടെ നീൽസൺ ഫാമിലിയിലെ ട്രോണ്ടെ നീൽസണുമായി ഒരു അഫെയർ ഉണ്ട്. റെജീനയുടെയും അലക്സാണ്ടർ ടൈഡമാൻ്റെയും മകനാണ് ബാർട്ടോസ് ടൈഡമാൻ. ബാർട്ടോസിന് നമ്മുടെ ഉൾറിക് നീൽസന്റെ മകളായ മാർത്ത നീൽസണുമായി ഒരു അഫെയർ ഉണ്ട്. കാൻവാൾഡ് ഫാമിലി എടുക്കുകയാണെങ്കിൽ കാൻവാൾഡ് ഫാമിലിയുടെ തലവനാണ് ഡാനിയൽ കാൻവാൾഡ്. ഇയാളുടെ മകളാണ് ഈനസ് കാൻവാൾഡ്. ഈനസ് നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണ്. 1986 എത്തുന്ന മിക്കൽ നീൽസണെ വളർത്തി മൈക്കൽ കാൻവാൾഡാക്കി മാറ്റുന്നത് ഈനസ് ആണ്. മൈക്കൽ കാൻവാൾഡിൻ്റെയും ഹന്ന കാൻവാൾഡിൻ്റെയും മകനാണ് ജോനസ് കാൻവാൾഡ്. ഹന്നയുടെ അച്ഛനാണ് സെബാസ്റ്റ്യൻ ക്രൂഗർ. നീൽസൺ ഫാമിലി എടുക്കുകയാണെങ്കിൽ നീൽസൺ ഫാമിലിയിൽ തലപ്പത്ത് വരുന്നത് ആഗ്നസ് നീൽസൺ ആണ്. ആഗ്നസ് നീൽസന്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവരമൊന്നും നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. ആഗ്നസിൻ്റെ സഹോദരനാണ് നോഹ.
ആഗ്നസിൻ്റെ മകനാണ് ട്രോണ്ടെ നീൽസൺ. ട്രോണ്ടെ നീൽസണും ജാന നീൽസണും ഉണ്ടായ മക്കളാണ് ഉൾറിക് നീൽസണും മാഡ്സ് നീൽസണും. ഉൾറിക്കിൻ്റെ ഭാര്യ സ്കൂൾ പ്രിൻസിപ്പളായ കാതറീന നീൽസൺ ആണ്. ഇവർക്ക് 3 മക്കളാണുള്ളത്: മിക്കൽ നീൽസൺ, മാർത്ത നീൽസൺ, മാഗ്നസ് നീൽസൺ. ഇനി നോഹയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നോഹയുടെ വൈഫ് എലിസബത്ത് ഡോപ്ലർ ആണ്. ഇവരുടെ മകൾ പോലീസ് ഓഫീസറായ ഷാർലറ്റ് ഡോപ്ലർ ആണ്. ഷാർലറ്റ് ഡോപ്ലറിൻ്റെ മകൾ തന്നെയാണ് എലിസബത്ത് ഡോപ്ലർ. ഇവർക്ക് വേറൊരു മകൾ കൂടിയുണ്ട്, ഫ്രാൻസിസ്ക ഡോപ്ലർ. ഷാർലറ്റിൻ്റെ ഭർത്താവ് പീറ്റർ ഡോപ്ലർ ആണ്. ഷാർലറ്റിനെ എടുത്തു വളർത്തുന്നത് വാച്ച് മേക്കറായ H.G. ടാൻഹൗസ് ആണ്. ഡോപ്ലർ ഫാമിലി എടുക്കുകയാണെങ്കിൽ തലവനായ ബെർണാഡ് ഡോപ്ലറും ഗ്രറ്റ ഡോപ്ലറും. ഇവരുടെ മകനാണ് ഹെൽഗ് ഡോപ്ലർ. ഹെൽഗ് ഡോപ്ലറിൻ്റെ ഭാര്യ ഇതുവരെ ആരാണെന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഇയാൾക്കൊരു മകനുണ്ട്, പീറ്റർ ഡോപ്ലർ. സോ ഈ ഡാർക്ക് സീരീസിൻ്റെ ഒരു ബേസിക് സ്റ്റോറി ലൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ 2 പാർട്ടീസ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് നമുക്ക് ഉടനീളം കാണാൻ പറ്റുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ടി സിഗ്മുണ്ടസ് ക്രാറ്റസ് എസ്റ്റ് എന്ന പറഞ്ഞ സംഘടനയാണ്. ഈ സംഘടനയുടെ തലവനാണ് ആഡം. നമ്മുടെ ജോനസ് തന്നെയാണ് ഭാവിയിൽ ആഡമായി മാറുന്നതെന്ന് ആഡം പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് എങ്ങനെയാണ് ജോനസ് ഇങ്ങനെ ഇത്രയും ക്രൂവലായ ഒരു ആഡമായി മാറുന്നത് എന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല. അത് സീസൺ 3ൽ കാണിക്കുമായിരിക്കും. അപ്പോൾ ആഡം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആഡം എല്ലാ സംഭവങ്ങളും കണ്ട ഒരു മനുഷ്യനാണ്. അതായത് ഈ ആഡത്തിൻ്റെ ഈ പ്രായത്തിൽ എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടാവുക എന്ന് കണ്ട ഒരു മനുഷ്യനാണ് ആഡം. അപ്പോൾ ഈ സംഭവങ്ങൾ അതേപടി എങ്ങനെയാണോ നടക്കേണ്ടത് അങ്ങനെ തന്നെ നടത്തി ലാസ്റ്റ് നമ്മൾ സീസൺ 2ൽ ലാസ്റ്റ് കാണുന്ന ഒരു അപ്പോക്ലിപ്സ് ഉണ്ട്. ആ അപ്പോക്ലിപ്സ് ഉണ്ടായി വേറൊരു ലോകത്തേക്ക്, അതായത് ഒരു പാരഡൈസിലേക്ക് പോകണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സംഘടനയാണ് സിഗ്മുണ്ടസ് ക്രാറ്റസ് എസ്റ്റ്. അപ്പോൾ ഈ സംഘടനയിൽ ആഡത്തെ സഹായിക്കാൻ നമ്മുടെ നോഹയും ഹെൽഗ് ഡോപ്ലറും പരിശ്രമിക്കുന്നതായി നമുക്ക് കാണാം. നോഹ ഹെൽഗ് ഡോപ്ലറുടെ മനം മാറ്റിയിട്ടാണ് ഈ ടൈം മെഷീനും കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു ടീമുള്ളത് ക്ലൗഡിയ ടൈഡമാൻ ആണ്. ക്ലൗഡിയ ടൈഡമാൻ ഈ ഒരു സീരീസിലെ ഒരു മുഖ്യ കഥാപാത്രമാണ്. ക്ലൗഡിയ മൾട്ടിപ്പിൾ ടൈം ലൈൻസിലേക്ക് പലതവണ ടൈം ട്രാവൽ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ക്ലൗഡിയ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സീസൺ 2ൻ്റെ അവസാനം ഒരു അപ്പോക്ലിപ്സ് കാണിക്കുന്നുണ്ട്. ഈ അപ്പോക്ലിപ്സ് ഉണ്ടാകാതിരിക്കാനാണ് ക്ലൗഡിയ പ്രയത്നിക്കുന്നത്. ഈ ഇപ്പോൾ നിലനിൽക്കുന്ന ലോകം തന്നെ മതി, ഇത് തന്നെ നിലനിർത്തണം എന്നൊരു ഉദ്ദേശമാണ് ക്ലൗഡിയയുടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ജോനസിൻ്റെ ഒരു അഡൾട്ട് വേർഷൻ ആയിട്ടുള്ള ഒരു സ്ട്രേഞ്ചർ കാണുന്നുണ്ട്. ആ സ്ട്രേഞ്ചറാണ് ക്ലൗഡിയോട് കുറച്ച് അനുകമ്പം കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ക്ലൗഡിയെ പോലെ തന്നെ നമ്മുടെ ഈ സീരീസിലെ മെയിൻ ക്യാരക്ടറാണ് ജോനസ്, അഥവാ ജോനസ് കാൻവാൾട്ട്. ജോനസ് എങ്ങനെയാണ് ഈ സ്ട്രേഞ്ചറായി മാറുന്നത്? ഈ സ്ട്രേഞ്ചർ എങ്ങനെയാണ് ആഡമായി മാറുന്നത്? ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ്. നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ മനസ്സിലാവും, ഈ സ്ട്രേഞ്ചർ ഈ ആഡത്തിൻ്റെ പ്രവർത്തികളെ വളരെയധികം എതിർക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ട്രേഞ്ചർ ആഡത്തെ എതിർക്കുന്നത്? എന്താണ് അതിനുള്ള കാരണം? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് സീസണിൽ മനസ്സിലാകും. ഡാർക്ക് സീരീസ് കാണുന്ന ആൾക്കാർക്ക് മെയിനായിട്ടുണ്ടാകുന്ന മറ്റൊരു ഡൗട്ടാണ് ഇതിൽ എത്ര ടൈം മെഷീൻ യൂസ് ചെയ്യുന്നു എന്നാണ്. കാരണം ഇതിലുള്ള ഓരോ ക്യാരക്ടേഴ്സും പലതവണ പല ടൈം ലൈനിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം, ഫസ്റ്റ് വൺ നമ്മുടെ ജോനസിനെ വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർത്ത വരുന്നുണ്ട്. വേറൊരു മാർത്ത ലാസ്റ്റ് സീസണിൽ. ആ മാർത്ത യൂസ് ചെയ്യുന്ന ഒരു ബോൾ ടൈപ്പ് ടൈം മെഷീനാണ് ഈ കാണുന്നത്. പിന്നെ ഉള്ളൊരു ടൈം മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ ഗുഹ തന്നെ, അതായത് നമ്മുടെ വിൻഡലിലെ കേവ് തന്നെ ഒരു ടൈം മെഷീനാണ്. കാരണം ഇതിലൂടെ സഞ്ചരിച്ച് നമുക്ക് 3 ടൈം ലൈൻസിലേക്ക് യാത്ര ചെയ്യാം. വേറൊരു ടൈം മെഷീൻ നമ്മുടെ നോഹയും ഹെൽഗ് ഡോപ്ലറും കൂടി ബിൽഡ് ചെയ്യുന്ന ടൈം മെഷീൻ ഉണ്ട് 1986ൽ. ഈ ടൈം മെഷീൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് നമ്മുടെ ആഡം യൂസ് ചെയ്യുന്നത്. ആഡം ഈ ഒരു സംഭവത്തെ ഒരു ഗോഡ് പാർട്ടിക്കിൾ എന്നോ ഹിഗ്സ് പാർട്ടിക്കിൾ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു പാർട്ടിക്കിളിനെ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് ആഡം ടൈം ട്രാവൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ 2052ലേക്ക് യാത്ര ചെയ്യുന്ന ജോനസ് കാണുന്നുണ്ട്. ജോനസ് മേൽപ്പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്ത് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ടൈം ട്രാവൽ പോസിബിൾ ആക്കുന്നുണ്ട്. പിന്നെയുള്ളൊരു ടൈം മെഷീൻ നമ്മുടെ ബാർട്ടോസിന് നോഹ കൈമാറുന്ന ഒരു ടൈം മെഷീൻ ഉണ്ട്. ഈ ടൈം മെഷീൻ ലാസ്റ്റ് സീസണിലെ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ സ്ട്രേഞ്ചറും ബാർട്ടോസും ഫ്രാൻസിസ്ക്കും മാഗ്നസ് നീൽസണും കൂടി അത് യൂസ് ചെയ്ത് നമ്മുടെ അപ്പോക്ലിപ്സിൽ നിന്ന് രക്ഷ നേടുന്നത് നമുക്ക് കാണാം. പിന്നുള്ളൊരു ടൈം മെഷീൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓൾഡ് ക്ലൗഡിയോ യൂസ് ചെയ്യുന്ന ഒരു ടൈം മെഷീൻ ഉണ്ട്.
പിന്നുള്ള ഒരു ടൈം മെഷീൻ നമ്മുടെ ഹന്ന നമ്മുടെ സ്ട്രേഞ്ചറിന്റെ അടുത്ത് നിന്ന് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു ടൈം മെഷീൻ ഉണ്ട്. ഈ ടൈം മെഷീൻ വെച്ചിട്ട് ഹന്ന ഉൾറിക് നീൽസനെ കാണാൻ വേണ്ടിയിട്ട് 1953 പോകുന്നുണ്ട്. തിയറീസിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ടൈം ട്രാവൽ. ടൈം ട്രാവൽ ഒരുപക്ഷെ പോസിബിൾ ആവുകയാണെങ്കിൽ പലതരം പാരഡോക്സുകൾക്ക്, അതായത് വിരോധാഭാസങ്ങൾക്ക് അത് വഴിവെക്കും. ഇങ്ങനെയുള്ള 2 പാരഡോക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തത് ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സ് ആണ്. ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റോ ഐഡിയയോ നമ്മുടെ ഫ്യൂച്ചറിൽ നിന്ന് നാം ട്രാവൽ ചെയ്ത് പാസ്റ്റിലെത്തി നമ്മുടെ സെൽഫിന് തന്നെ കൈമാറുന്നു. അങ്ങനെ നമ്മുടെ സെൽഫ് നാം വളർന്ന് ഫ്യൂച്ചറിലെത്തിയ ശേഷം ആ ഒരു സംഭവം നമ്മൾ ഇപ്പോൾ ഒരു ബുക്കാണെന്ന് കരുതുക, ആ ബുക്ക് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നു. ഈ പ്രസിദ്ധീകരിച്ച ബുക്ക് നമ്മൾ തന്നെ വീണ്ടും ട്രാവൽ ചെയ്ത് പാസ്റ്റിലെത്തി നമുക്ക് തന്നെ തരുന്നു. അങ്ങനെ ഇതൊരു ലൂപ്പായി തുടരുകയും ഇതൊരു വിരോധാഭാസത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സ് എന്ന് പറയുക. ഈ ഒരു പാരഡോക്സ് ആണ് നമ്മുടെ ഡാർക്ക് സീരീസിൽ ഉടനീളം പല സ്ഥലത്തും യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നമ്മുടെ ഡാർക്ക് സീരീസിൽ കാണുന്ന ഒരു ബുക്കാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ വാച്ച് മേക്കറായ H.G. ടാൻഹൗസ് ആണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. ഈ ബുക്കിൻ്റെ പേര് എ ജേർണി ത്രൂ ടൈം എന്നാണ്. 1986 ഈ ബുക്ക് അയാൾ പ്രസിദ്ധീകരിക്കുന്നത്. ഈ ബുക്കിൻ്റെ ട്രാവൽ ഒരു ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1986 പ്രസിദ്ധീകരിച്ച ഈ ബുക്ക് നമ്മുടെ ഹെൽഗ് ഡോപ്ലർ ക്ലൗഡിയ ടൈഡമാനിന് കൈമാറുന്നു. ക്ലൗഡിയ ടൈഡമാൻ ടൈം ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷം 1953 എത്തി ഈ ബുക്ക് H.G. ടാൻഹൗസിന് തന്നെ കൈമാറുന്നു. അതായത് ഈ വയസ്സായ H.G. ടാൻഹൗസ് അല്ല, അയാളുടെ യൗവനകാലത്തിലുള്ള H.G. ടാൻഹൗസിന് കൈമാറുന്നു. അപ്പോൾ ആശ്ചര്യത്തോടു കൂടിയാണ് നമ്മുടെ വാച്ച് മേക്കർ ഇത് കാണുന്നത്. എങ്ങനെയാണ് തൻ്റെ പേരിൽ താൻ അറിയാതെ ഒരു ബുക്ക് ഇറങ്ങിയെന്ന് ക്ലൗഡിയോട് ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ ഈ H.G. ടാൻഹൗസ് 1986 ഈ ബുക്ക് വീണ്ടും പ്രസിദ്ധീകരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ബുക്കിനൊരു കൃത്യമായ ഒറിജിൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ബുക്ക് വീണ്ടും ക്ലൗഡിയയുടെ അടുത്തെത്തുന്നു, വീണ്ടും 1953 എത്തുന്നു, വീണ്ടും 1986 എത്തുന്നു. അങ്ങനെ ഈ ബുക്ക് ഒരു ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ തിരിയാണ്. ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സ് എന്ന് പറയുന്നത്. ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സിന് മറ്റൊരു ഉദാഹരണമായി നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ടൈം മെഷീൻ്റെ ഡിസൈൻ ആണ്. നമുക്ക് കാണാം സീസൺ 2 2019 നമ്മുടെ പോലീസ് ഇൻസ്പെക്ടറായ ഷാർലറ്റ് ഡോപ്ലർ ഈ ഒരു ഡിസൈൻ തൻ്റെ വളർത്തച്ഛനായ H.G. ടാൻഹൗസിൻ്റെ ഈ ഒരു ടൈം മെഷീൻ ഡിസൈൻ എടുത്തു നോക്കുന്നത് കാണാം. ഈ ഒരു ഡിസൈൻ എങ്ങനെയോ നമ്മുടെ ക്ലൗഡിയയുടെ കയ്യിലെത്തുകയും ക്ലൗഡിയ 1953 ട്രാവൽ ചെയ്ത് H.G. ടാൻഹൗസിന് ഈ ഡിസൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ ഉപയോഗിച്ച് H.G. ടാൻഹൗസ് ഒരു ടൈം മെഷീൻ ബിൽഡ് ചെയ്യുന്നു. പക്ഷേ ഇതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് അയാൾക്ക് ഇതുവരെ അറിയില്ല. അങ്ങനെ 1986 വരെ അയാൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. ആ ടൈമിൽ നമ്മുടെ ജോനസ് അഥവാ സ്ട്രേഞ്ചർ അവിടെ എത്തി ഒരു സീസിയം ഐസോട്ടോപ്പ് ഉപയോഗിച്ച് ഈ ഒരു ടൈം മെഷീനിനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നമ്മുടെ H.G. ടാൻഹൗസിനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ H.G. ടാൻഹൗസ് കഥയറിയാതെ ആട്ടം കാണുക എന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇയാൾക്ക് ഈ ടൈം മെഷീൻ എന്താണെന്നോ ഇതെന്താണ് താൻ ഉണ്ടാക്കിയതെന്നോ ഒരു ഐഡിയ ഇല്ല. കാരണം ഈ ഒരു സംഭവം നമ്മുടെ ക്ലൗഡിയ ഇയാൾക്ക് നൽകിയതാണ്. അങ്ങനെ 1986 ഇയാളുടെ പക്കലുള്ള ടൈം മെഷീനും നമ്മുടെ സ്ട്രേഞ്ചറുടെ പക്കലുള്ള ടൈം മെഷീനും താരതമ്യപ്പെടുത്തുന്നു. രണ്ടും സെയിം ആണെന്നും പറയുന്നു. അങ്ങനെ ഈ ഒരു ഡിസൈൻ ഇയാൾ മരിച്ചതിന് ശേഷം വീണ്ടും ഷാർലറ്റ് ഡോപ്ലറിന് കിട്ടുന്നു. ഷാർലറ്റ് ഡോപ്ലറിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ക്ലൗഡിയ കിട്ടുന്നു. അങ്ങനെ വീണ്ടും ഇതൊരു ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സ് ആയി തിരിയുന്നു. ഈ ഒരു ടൈം മെഷീൻ്റെ ഡിസൈന് വ്യക്തമായ ഒറിജിൻ ഇല്ല. ഈ ഡിസൈൻ ആരാണ് വരച്ചത് എന്ന് ഇപ്പോഴും അറിയാൻ പറ്റില്ല. കാരണം ഇതൊരു ഒറിജിൻ ഇല്ലാത്ത സംഭവമായി ഈ ലൂപ്പിലൂടെ തുടരുന്നു. ഇതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സിന്. ഡാർക്ക് സീരീസിലെ മറ്റൊരു രസകരമായ സംഭവമാണ് ഓൾഡ് ക്ലൗഡിയ യങ് ക്ലൗഡിയയ്ക്ക് ടൈം മെഷീൻ കൈമാറുന്ന രംഗം. ഇത് വളരെ ഒരു രസകരമായ രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. 1986 ടൈം ട്രാവൽ ചെയ്തു വരുന്ന ഓൾഡ് ക്ലൗഡിയ ടൈം മെഷീനിലേക്കുള്ള ഒരു റൂട്ട് മാപ്പ് യങ് ക്ലൗഡിയയ്ക്ക് കൈമാറുന്നു. എന്നിട്ട് 1953 ടൈം ട്രാവൽ ചെയ്തു പോയി അതേ ടൈം മെഷീൻ തൻ്റെ വീടിൻ്റെ മുന്നിൽ കുഴിച്ചിടുന്നു. ഈ കുഴിയിലേക്കുള്ള റൂട്ട് മാപ്പാണ് 1986 യങ് ക്ലൗഡിയയ്ക്ക് ഓൾഡ് ക്ലൗഡിയ കൈമാറുന്നത്. അപ്പോൾ അതേസമയം 1986 യങ് ക്ലൗഡിയ ആ സ്ഥാനത്തേക്ക് പോയി കുഴിച്ചു നോക്കുമ്പോൾ
ഒരു ടൈം മെഷീൻ കിട്ടുന്നു. ഇത് ഒരു ലൂപ്പ് പോലെ വീണ്ടും തുടരുകയാണ് ഈ സീരീസിൽ. ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് ഡാർക്ക് സീരീസിൽ എവിടെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. 2019 മിക്കലിനെ തേടി ജോനസ് ഗുഹയ്ക്കുള്ളിലൂടെ കയറി 1986 എത്തിച്ചേരുന്നു. 1986 എത്തിച്ചേരുന്ന ജോനസ് കാണുന്നത് ഈനസ് കാൻവാൾഡ്, അതായത് തൻ്റെ അമ്മൂമ്മയായ ഈനസ് കാൻവാൾഡിൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കുന്ന മിക്കലിനെയാണ്. അപ്പോൾ മിക്കലിനെ 2019 തിരിച്ചു കൊണ്ടുവരാൻ ജോനസ് ഒരുങ്ങുന്നു. പക്ഷേ സ്ട്രേഞ്ചർ ജോനസിന്റെ നീക്കം തടയുന്നു. കാരണം മിക്കൽ തൻ്റെ അമ്മയായ, അതായത് ജോനസിന്റെ അമ്മയായ ഹന്നയെ കണ്ടുമുട്ടിയാൽ മാത്രമേ ജോനസ് ഉണ്ടാവുകയുള്ളൂ. ഒരു പക്ഷേ ജോനസ് മിക്കലിനെ തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് 1986 നിന്ന് 2019 തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അത് ജോനസിന്റെ തന്നെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നു. ഈ ഒരു രീതിയിലാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് നമ്മുടെ ഡാർക്ക് സീരീസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് മൈക്കിളായി മാറിയാൽ മാത്രമേ നമ്മുടെ ജോനസിന് നിലനിൽപ്പുള്ളൂ. ഡാർക്ക് കാണുന്ന പലർക്കുള്ള ഒരു സംശയമാണ്, നമ്മുടെ നോഹയും ഹെൽഗ് ഡോപ്ലർ എന്താണ് ഈ ക്യാബിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതെന്ന്, എന്താണ് ആ കസേരയിലുള്ളതെന്ന്. ഇത് ഒരു ടൈം മെഷീൻ്റെ ബേസിക് മോഡലാണ്, അഥവാ ഒരു പ്രോട്ടോടൈപ്പാണ്. ഈ പ്രോട്ടോടൈപ്പ് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 1986 ഉള്ള നമ്മുടെ മാഡ്സ് നീൽസൺ, ഉൾറിക് നീൽസന്റെ അനുജനായ മാഡ്സ് നീൽസനെ ഇവർ തട്ടിക്കൊണ്ടുവരികയും ഈ പ്രോട്ടോടൈപ്പിൽ ഇരുത്തി പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രോട്ടോടൈപ്പ് ഭാഗികമായി വിജയമാവുകയും മാഡ്സ് നീൽസൺ 2019 എത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ന്യൂക്ലിയർ ഫിഷൻ കാരണം മാഡ്സ് നീൽസൺ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് നോഹ 2019 നമ്മുടെ എറിക്കിനെയും യാസിനെയും തട്ടിക്കൊണ്ടുപോരുന്നു. വീണ്ടും 1986 വെച്ച് പരീക്ഷണം നടത്തുന്നു. ഇതും ഭാഗികമായി തന്നെയാണ് വിജയം കാണുന്നത്. അവർ 1953 ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അവരുടെ ശവശരീരമാണ് 1953 നമ്മൾ കാണുന്നത്.